അതോടൊപ്പം ശ്രീമതി സബീന ചേരുന്നുണ്ട്. സബീനയ്ക്ക് ഇതിൽ ഒരു പ്രധാന കാര്യം പറയാനുണ്ടാകുന്നതാണ്. ശ്രീമതി സബീന, ഭർത്താവും ഒക്കെ സുഖമായിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മിസ്റ്റർ സുൽഫി, എൻ്റെ അന്വേഷണങ്ങളൊക്കെ അദ്ദേഹത്തെ അറിയിക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതൊരു വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. ഞാൻ ഈ പല സംസ്ഥാനങ്ങളിൽ പോവുകയും അവിടുത്തെ മന്ത്രിസഭ ഒക്കെ നോക്കുമ്പോൾ, ഇപ്പം ഞാൻ ബീഹാറിൻ്റെ ഒരു കാര്യം എടുത്താൽ തന്നെ അവിടെ വലിയൊരു വിഭാഗം, ന്യൂനപക്ഷ വിഭാഗം താമസിക്കുന്ന സ്ഥലമാണ് ബീഹാർ. പക്ഷേ ഒരു മന്ത്രിയില്ല. ഉത്തർപ്രദേശിൽ വലിയ വിഭാഗം മുസ്ലിങ്ങളുണ്ട്, പക്ഷേ ഒരു മന്ത്രി എന്ന് പറയുന്നത് ഡാനിഷ് ആസാദ് അൻസാരി മാത്രം. മറ്റു പല സംസ്ഥാനങ്ങളിൽ ഈ പ്രാതിനിധ്യം ഇങ്ങനെ കുറയാണ്. ഇതിനൊരു കാരണം NDA സർക്കാരുകളിൽ വേണ്ടത്ര മുസ്ലിങ്ങൾ ജയിച്ചു വരുന്നില്ല, അവർക്ക് പ്രാതിനിധ്യം കിട്ടുന്നില്ല. അപ്പോൾ അവർ ഈ ജനാധിപത്യത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഇത് ഒരുപക്ഷെ രാഷ്ട്രീയമായി BJP യോടുള്ള വിയോജിപ്പുകൾ കൊണ്ടാകാം. അങ്ങനെയെങ്കിൽ അത് മാറ്റേണ്ട സമയമായോ? BJP ഒരു കൈ ഇങ്ങോട്ട് തരുമ്പോൾ ഒരു കൈ അങ്ങോട്ട് കൊടുത്ത് അവരെ വിശ്വാസത്തിലെടുക്കുമോ? അതോ അങ്ങനെ വേണ്ട, ഒരു ഭരണമാറ്റത്തിലൂടെ ഇത് സാധ്യമാകണമെന്ന പ്രതീക്ഷയ്ക്കാണോ കൂടുതൽ സാധ്യത? അങ്ങനെ ഭരണമാറ്റം അങ്ങനെയൊന്നുമില്ല. ഇതൊരു ആശയം വളരെ നല്ലതായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അത് പ്രാക്ടിക്കലി വരുമോ എന്നുള്ളതിൽ മാത്രമേ സംശയമുള്ളൂ. വിശ്വാസത്തിലെടുക്കില്ലേ ന്യൂനപക്ഷം രാജീവ് ചന്ദ്രശേഖരനെ? അങ്ങനെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ഇപ്പൊ BJPയുടെ ഏതെങ്കിലും ഒരു അധികാരത്തിലിരിക്കുന്ന വ്യക്തികൾ അങ്ങനെ ഒരു മൂവ് നടത്തുകയാണെങ്കിൽ അതിനോട് യോജിക്കുക തന്നെ ചെയ്യും. അവരുടെ ഇപ്പോഴുള്ള ഈ വിശാല മനസ്സിന് നന്ദി എന്ന് ആദ്യമേ പറയാം. കാരണം അത്രയും വിശാല മനസ്സൊന്നും അവർക്ക് ഇല്ലല്ലോ. ടു ബി ഫ്രാങ്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വിശാല മനസ്സൊന്നും അവർക്ക് ഇതുവരെ ഇല്ല. അതിന് മുസ്ലിം വിരോധമാണ്. അവർ ഓൾവേസ് അവരുടെ അവരുടെ അജണ്ട തന്നെ മുസ്ലിം വിരോധമല്ലേ. അപ്പം മുസ്ലിങ്ങൾക്ക് തിരിച്ച് അപ്പോ രണ്ട് ഭാഗത്തുനിന്നും ഒരാള് വിരോധം അല്ലെങ്കിൽ ഒരു ഇത്രയും വലിയൊരു വെറുപ്പ് ഇവിടെ കാണിക്കുമ്പോൾ തിരിച്ച് അവരും അതുപോലെ വെറുക്കുന്നു. പക്ഷെ ഈ ആശയം എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നുന്നു. അവർ വീണ്ടും മുസ്ലിങ്ങളെയും ചേർത്ത്, അതാണ് വേണ്ടത്. ഇപ്പൊ അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ നമുക്ക് വിടാം. നമുക്ക് കേരളത്തിലുള്ളതെന്ന് മാത്രം തുടങ്ങിയാലും കുഴപ്പമില്ല എന്നാണ് എന്റെ അഭിപ്രായം. കേരളത്തിൽ നിന്നുകൊണ്ട് ഇവരെ മുസ്ലിങ്ങളെയും ചേർത്ത് പിടിച്ച് ഇപ്പൊ ഒരു പാർട്ടി ആവുമ്പോൾ അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതൊരു എല്ലാ മതക്കാരും അതിൽ എല്ലാ പാർട്ടിയിലും ഇൻവോൾവ് ആകണം എന്നുള്ളതാണ് അതിന്റെ ഒരു ഭംഗി. അല്ലാണ്ട് ഒരു മതത്തിനെ മാറ്റി നിർത്തുക, ഈ മതം രാഷ്ട്രീയവും മതവും തമ്മിൽ ഇങ്ങനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പിന്നെ പോകുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. നമ്മളിപ്പോ കാണുമ്പോ ഇപ്പൊ BJP എന്നുള്ള പാർട്ടിയിൽ മുസ്ലിങ്ങളെ വേണ്ട. ഇപ്പൊ ഒരു അവരുടെ ദേശീയ നേതാവ് നമ്മുടെ അബ്ദുള്ള കുട്ടിയാണ്, ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. ഇപ്പൊ ലക്ഷദ്വീപില് എന്റെ ഒരു സുഹൃത്ത് അവിടുത്തെ വൈസ് പ്രസിഡന്റായി BJPയുടെ. അവിടെ അല്ലാതെ തന്നെ KM കാസിം ഗോയ അവിടുത്തെ സ്റ്റേറ്റ് പ്രസിഡന്റാണ് BJPയുടെ. അപ്പൊ വേണ്ട എന്നൊന്നും ഉണ്ടോ? വേണ്ട എന്ന് പറയാൻ അവരുണ്ട്. അല്ല, BJP അതിന്റെ ഒക്കെ ബേസ് വേറെയാണ് മെനു. കാരണം എങ്ങനെ അബ്ദുള്ള കുട്ടി BJPയിൽ എത്തി എന്നുള്ളതിന്റെ ബേസ് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ട് തീരത്തില്ല. അല്ല, പക്ഷെ അദ്ദേഹത്തിന് മുസ്ലിം എന്ന് കരുതി അവർ മാറ്റി നിർത്തിയില്ല, ദേശീയ വൈസ് പ്രസിഡന്റ് ആക്കി. ആയിക്കോട്ടെ, അത് ആ സമയത്ത് ഒരു രാഷ്ട്രീയ സിറ്റുവേഷൻ ആണ്. ഇപ്പൊ എല്ലാ തലത്തിലും മുസ്ലിങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പൊതുവെ, ഇപ്പൊ എനിക്ക് മാത്രമല്ല, പൊതുവെ നമ്മൾ ചോദിച്ചാൽ BJPയിൽ മുസ്ലിങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, മുസ്ലിം എന്ന മതത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പൊതുവെ 90% ആൾക്കാർക്ക് ഇല്ല എന്ന് തന്നെയായിരിക്കും അഭിപ്രായം. അതിൽ എത്രത്തോളം നമുക്ക് ഇപ്പൊ വളരെ നൂല് കീറിയൊക്കെ നമുക്ക് അങ്ങനെ നോക്കിയാലേ പറ്റത്തുള്ളൂ. കുറച്ചു പേരൊക്കെ ഉണ്ടാവാം. ആ ഉണ്ടായവർ എവിടെ നിന്നാണ് എങ്ങനെയൊക്കെ ആയിരുന്നു, നേരിട്ട് തന്നെ BJPയിൽ ഒരു വിശ്വാസം തോന്നിയിട്ട് അവർ പോയതാണെന്ന് ഞാൻ പറയത്തില്ല. അബ്ദുള്ള കുട്ടിയൊക്കെ എനിക്കും അറിയാം. കാസർഗോഡൊക്കെ ഞാൻ സർവീസിൽ ഇരുന്നിട്ടുള്ളതാണ്. കാസർഗോഡിലുള്ള ആൾക്കാരുടെ മനസ്സും ഒക്കെ എനിക്ക് നന്നായിട്ട്, ഞാൻ ഇന്ത്യക്കകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ സർവീസിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ്, കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും. അപ്പോ ഈ BJPക്ക് അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് ഉണ്ടാകുന്ന ഒരു വിരോധം നേരിട്ട് അറിയുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ ആശയത്തിനെ ഞാൻ അനുകൂലിക്കും. ആശയം നല്ലതാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന പുള്ളി, അദ്ദേഹം ഇങ്ങനെ ഒരു മൂവ്മെന്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കിയിട്ട് എല്ലാ മതങ്ങളെയും ഞങ്ങൾ ഒരുപോലെ സ്നേഹിക്കുകയും ഒരുപോലെ കൺസിഡർ ചെയ്യുകയും ഞങ്ങളുടെ പാർട്ടിയിൽ അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ ജാതി വ്യത്യാസമില്ലാതെ ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു, എല്ലാവർക്കും അർഹിക്കുന്ന സ്ഥാനം കൊടുക്കുന്നു എന്നൊക്കെ നടപ്പിൽ വരുത്തട്ടെ. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ എല്ലാ മുസ്ലിങ്ങളും രാജീവ് ചന്ദ്രശേഖർ ഇന്ന് പറഞ്ഞു കണ്ടില്ലേ, അദ്ദേഹം പറയുന്നത് CPM-ഉം കോൺഗ്രസുമാണ് BJPക്കെതിരെ ന്യൂനപക്ഷങ്ങളിൽ വിഷം കുത്തിവെക്കുന്നത്. അങ്ങനെ കുത്തിവെച്ചത് കൊണ്ടാണ് അവർ ഇത് വിരുദ്ധമായി ചിന്തിക്കുന്നത്. അത് മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം നല്ലതാണ് അങ്ങനെ. പക്ഷെ വിഷമുണ്ടോ, അതോ അത് അങ്ങനെ അവർ കുത്തിവെച്ചതാണോ, അതോ സ്വാഭാവികമായി വന്നതാണോ എന്നാണ് ചോദ്യം, അല്ലേ? ആര് വിഷം കുത്തിവെച്ചു എന്നുള്ളതല്ല, എവിടെയൊക്കെയോ വിഷമുണ്ട്.
അത് ആര് കുത്തിവെച്ചു, ഇനി ഇവര് തന്നെ കുത്തിവെച്ചതാണോ എന്ന് ആര് കുത്തിവെച്ചു എന്നുള്ളവർ ഒന്നുകൂടെ റിവ്യൂ ചെയ്യണം. അത് കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ എന്നുള്ളതിനുപരി ഇവരുടെ ഭാഗത്തു നിന്ന് തന്നെ വന്ന വിഷമാണോ എന്നുകൂടെ. കാരണം നമുക്ക് മറ്റുള്ളവരെ പഴിചാരാൻ വളരെ ഈസിയാണ്. അപ്പോ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും എല്ലാ മതക്കാരുമുണ്ട്. BJP-യിൽ മാത്രമാണ് ഈ മുസ്ലിം വിരോധം എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് വരുന്നത്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ മനു? നമുക്കത് പുതിയതായിട്ട് ചർച്ച ചെയ്യേണ്ടതോ ഒരു പുതിയതായിട്ടുള്ള അറിവോ എന്തെങ്കിലും ആണോ? അത് പണ്ട് കാലത്തെ ഉള്ളതാണ്. ഒരു മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നത് ഇവിടെ BJP-ക്ക് ഉണ്ടെന്നുള്ളത് അതൊരു സത്യമല്ലേ? അതിനെന്തിനാണ് നമ്മൾ ഷുഗർ കോട്ട് ചെയ്യുന്നത്? ഇനി അവർ മാറുന്നു എന്നുണ്ടെങ്കിൽ അതൊരു നല്ല ആശയമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇവിടെ കേരളത്തിൽ നമ്മൾ അധികം അങ്ങനെ ഈ ഭയങ്കരമായിട്ടുള്ള ഒരു അതിപ്രസരണം ഇല്ല, മുസ്ലിം വിരോധമൊന്നും. പക്ഷെ കേരളം വിട്ട് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന, കേരളത്തിനകത്തും നമ്മൾ വടക്കോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലുള്ള വ്യത്യാസം, കേരളത്തിന് പുറത്ത് പല സ്റ്റേറ്റുകളിലുമുള്ള വ്യത്യാസം, ഈവൻ മുസ്ലിങ്ങളോട് മാത്രമല്ല, അത് ഇപ്പം നമ്മൾ രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കാൻ ഞാനിപ്പോൾ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഈ ഒരു സബ്ജക്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വിരുദ്ധത ഉണ്ട്. അത് മാറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഒരു ആശയം തന്നെയാണ്. അവരത് നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഉൾപ്പെടെ, ഞാനെന്ന് പറയുന്ന ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഞാനെന്ന് ഉൾപ്പെടെ ഞാൻ അതിന് ഭയങ്കരമായിട്ട് പിന്തുണ കൊടുക്കും. കാരണം അതാണല്ലോ വേണ്ടത്. കാരണം എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, എന്റെ കൊളീഗ്സ് ഉണ്ട്, ഒത്തിരി പേര് BJP-യുടെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്, അതിലുള്ളവരാണ്. ഞങ്ങളൊക്കെ നല്ല കൊളീഗ്സ് ആണ്, നല്ല നല്ല ഫ്രണ്ട്സുമാണ്. അപ്പോ പക്ഷെ പ്രത്യയശാസ്ത്രം നമുക്ക് സംസാരിക്കുന്ന അവസരത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യാറുണ്ട്. എന്തിനാണ്? ഒന്നിനുമല്ല, വെറുതെ. അവരെപ്പോഴും ഒരു മേൽക്കോയ്മ കാണിക്കും. ഞങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ആയിക്കോട്ടെ, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണെങ്കിലും ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനെന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, അല്ലാതെ ഹിന്ദുക്കളുടെ പ്രധാനമന്ത്രിയോ ഒന്നുമല്ല. അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി, ഞാൻ അങ്ങനെയാണ് എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ ചീഫ് മിനിസ്റ്റർ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്ററാണ്, CPM-ന്റെ ചീഫ് മിനിസ്റ്റർ അല്ല. നമ്മുടെ മോദിജി BJP-യുടെ പ്രധാനമന്ത്രിയല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ആ റെസ്പെക്റ്റോടുകൂടി മാത്രം കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ നമ്മൾ ഒരു പാർട്ടി, നമ്മുടെ കേന്ദ്രമോ കേരളമോ ഒക്കെ ഭരിക്കുമ്പോൾ, ഈവൻ കേന്ദ്രമായാലും കേരളമായാലും ഭരിക്കുന്ന പാർട്ടികൾ എല്ലാ മതക്കാരെയും ഒന്നുപോലെ കൺസിഡർ ചെയ്യുക. ഇന്നലെ തന്നെ വേറൊരു വിഷയം ഉണ്ടായിരുന്നു, അതിൽ ഞാൻ സംസാരിച്ചു. അവിടെ ഈ മുസ്ലിം വിരുദ്ധതയാണ്. എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഒന്നിനും അല്ല. പക്ഷെ അവിടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ട് അവിടെ. കാരണം ഇന്നലത്തെ വിഷയം ഇന്ന് സംസാരിക്കാമോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയുന്നു. കാരണം ഒരു മതത്തിലൂടെ ഒരു പാർട്ടിയെ ഫോക്കസ് ചെയ്യുക, പാർട്ടിയിലൂടെ അതിലുള്ള മുന്നണിയെ ഫോക്കസ് ചെയ്യുക, ആ മുന്നണിയിലൂടെ വേറൊരു പാർട്ടിയെ വീണ്ടും വേറൊരു മുന്നണിയെ ഫോക്കസ് ചെയ്യുക. അപ്പൊ മുസ്ലിങ്ങളെ ഈ പാർട്ടിയിലൂടെ എതിർക്കുമ്പോൾ അല്ലെങ്കിൽ പരിഹസിക്കുമ്പോൾ രണ്ട് തരത്തിൽ, ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്നുള്ള തരത്തിൽ, ഒരു തരത്തിൽ രാഷ്ട്രീയമായിട്ട് അവരെ എതിർക്കുന്നവരെ സന്തോഷിപ്പിക്കാം, ഒരു തരത്തിൽ ആ മതത്തിനെ വെറുക്കുന്നവരെ സന്തോഷിപ്പിക്കാം. ഏതായാലും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ളതാണ് ഇന്നലത്തെ ഒരു വിഷയത്തിൽ ഞാൻ അത് പറഞ്ഞത്. കാരണം മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. എന്ത് തന്നെ പറഞ്ഞാലും, അതില്ല എന്ന് പറഞ്ഞാലും ഞാനത് കൃത്യമായിട്ട് പറയും, ഇവിടെ ഉണ്ട്. അത് മാറ്റിയെടുക്കുക എന്നുള്ളത് നല്ല ഭരണകർത്താക്കളുടെയും ഭരണകർത്താക്കളുടെ അവരുടെ കടമയാണ് അത് മാറ്റിയെടുക്കുക എന്നുള്ളത്. നല്ലൊരു സമൂഹമല്ലേ നമുക്ക് വേണ്ടത്, അല്ലാതെ ഈ അടിവെക്കുന്ന ഒരു സമൂഹമാണോ നമുക്ക് വേണ്ടത്? വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പം അതാണ് ഒരു പ്രതികരണം വരുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.